കഥ ആരംഭിക്കുന്നത് തന്നെ പെഗ്ഡാൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പെഗ് വളരെ ഇന്റലിജന്റ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഫിനാൻസ് കമ്പനിയൊക്കെ ആരംഭിക്കണം എന്നതാണ് പെഗിന്റെ ആഗ്രഹം. അന്നൊരു ദിവസം തന്റെ ബിസിനസ് ഐഡിയയെ പറ്റി തന്റെ അമ്മയോടും മറ്റുമായി അവൾ പറയാൻ തുടങ്ങി. ബിസിനസ് തുടങ്ങുവാൻ കുറച്ച് പണവും അവൾ അമ്മയോട് ചോദിച്ചു. പക്ഷേ അമ്മ, ഈ പ്രായത്തിലാണോ ബിസിനസ്, പോയി പഠിക്കാൻ നോക്കടി എന്ന് പറഞ്ഞ് പെഗിനെതിരെ ഒച്ചയെടുക്കുകയായിരുന്നു ചെയ്തത്. പെഗിന് ഒരു ചേട്ടനുമുണ്ട്. പെഗിന്റെ ബിസിനസ് ഐഡിയ ഒന്നും കേൾക്കാൻ അവനും തയ്യാറായിരുന്നില്ല. പെഗിനും ജീവിതത്തിൽ ഒരുപാട് പണം സമ്പാദിച്ച് വലിയ രീതിയിൽ ജീവിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ കാര്യങ്ങളൊന്നും ഒത്തുവരുന്നുണ്ടായിരുന്നില്ല. വീട്ടുകാര് സഹായിച്ചില്ലെങ്കിൽ എന്താ, എനിക്ക് വേണ്ട പണം ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് തീരുമാനിച്ച് പെഗ് വീട്ടിൽ തന്നെ ചിക്കൻ വിങ്സ് ഒക്കെ കുക്ക് ചെയ്തു. ശേഷം അത് വീടിന്റെ പുറത്തെടുത്തു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിൽക്കാൻ തുടങ്ങി. പെഗിനെന്ന് ആദ്യമായി സ്വന്തം സമ്പാദിച്ച പണം കിട്ടുകയാണ്. അത് കണ്ടതും വല്ലാത്തൊരു സന്തോഷവും കൂടുതൽ പണം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹവും വെറിയുമൊക്കെ പെഗിനുണ്ടാവുന്നുമുണ്ട്. പക്ഷേ നേർരീതിയിൽ ഒരുപാട് പണം സമ്പാദിക്കാനുള്ള ഐഡിയയ്ക്ക് പകരം പെഗിന്റെ ഐഡിയകൾ നീണ്ടത് പലപ്പോഴും ഇല്ലീഗൽ വഴികളിലേക്കായിരുന്നു. സ്കൂളിൽ തന്റെ ചേട്ടനൊപ്പം ചേർന്ന് കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങളും മറ്റും വിറ്റായിരുന്നു അവർ കൂടുതൽ പണം സമ്പാദിച്ചത്. ഇങ്ങനെ സമ്പാദിക്കുന്ന പണമൊക്കെയും പെഗ് ബാങ്കിലും നിക്ഷേപിച്ചില്ല. ബാങ്കിലെത്തുമ്പോൾ പണത്തിന് കണക്ക് കാണിക്കണം, മാത്രമല്ല ടാക്സും അടയ്ക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ പെഗ് കിട്ടുന്ന പണമൊക്കെ സുരക്ഷിതമായി പെട്ടികളിൽ നിക്ഷേപിച്ച് വീടിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ജീവിതത്തിൽ പെഗിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എങ്ങനെയും കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ഐവി ലീഗ് സ്കൂളിൽ ചേർന്നു പഠിക്കണം, വാൾ സ്ട്രീറ്റിൽ വർക്ക് ചെയ്യണം. വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകൾ, ഷെയർ മാർക്കറ്റിംഗ് ഡീലുകൾ ഒക്കെ നടക്കുന്ന അമേരിക്കയിലെ പ്രധാന ഇടമാണ്. അന്ന് പെഗ് വീട്ടിലായിരിക്കെ അമ്മ സന്തോഷത്തോടെ ഒരു ലെറ്ററുമായി കടന്നു വന്നു. പെഗ് ആഗ്രഹിച്ച പോലെ വലിയൊരു കോളേജിൽ പെഗിന് അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷെ പ്രശ്നം എന്തെന്നാൽ അവിടെ പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല തുക തന്നെ വേണ്ടി വരും. അത്രയും തുകയെടുക്കാൻ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അമ്മ പെഗിനോട് ബാങ്ക് ലോൺ എടുക്കുന്ന കാര്യം സൂചിപ്പിച്ചു. പക്ഷേ അങ്ങനെ ബാങ്ക് ലോൺ എടുത്താൽ ശരിയാവില്ല, പലിശ ഇനത്തിൽ തിരിച്ചടച്ചുകൊണ്ടേ ജീവിതാവസാനം വരെ ഇരിക്കേണ്ടി വരും എന്നായിരുന്നു പെഗിന്റെ ഭാഷ്യം. ആ സമയമാണ് പെഗിന്റെ ചേട്ടൻ, നമ്മുടെ അപ്പനുണ്ടായിരുന്നെങ്കിൽ ഈ പണത്തിനൊക്കെ ഇപ്പൊ അദ്ദേഹം വഴി കണ്ടേനെ എന്ന് പറയുന്നത്. ആ ഒരു നിമിഷത്തിൽ പെഗിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എങ്ങനെ പെട്ടെന്ന് കുറച്ച് പണമുണ്ടാക്കാം എന്ന് ആലോചിച്ചപ്പോ പെഗിനൊരു ഐഡിയ തോന്നി. പെഗിന്റെ ചേട്ടൻ ജെയുടെ സുഹൃത്ത്, അവന്റെ അച്ഛൻ സ്റ്റിക്കറുകൾ ഡിസൈൻ ചെയ്യുന്ന, ടിക്കറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. വൈകാതെ അവിടെ ഒരു ബെൽസ് ഗെയിം നടക്കാൻ പോകുന്നുണ്ട്. വളരെ ഫേമസ് ആയ അമേരിക്കൻ ഫുട്ബോൾ മത്സരമാണ്. അതിന്റെ വ്യാജ ടിക്കറ്റുകൾ ഉണ്ടാക്കി പുറത്ത് വിറ്റഴിച്ച് പണം ഉണ്ടാക്കാം എന്നതായിരുന്നു പെഗിന്റെ ഐഡിയ. ചേട്ടനും കൂട്ടുനിന്നപ്പോ പെഗ് അത്തരത്തിൽ കുറെ ടിക്കറ്റുകൾ അടിച്ചിറക്കി അത് വിതരണം ചെയ്ത് നല്ല രീതിയിൽ പണവും സമ്പാദിച്ചു. അത്യാവശ്യം നല്ലൊരു തുക തന്നെ പെട്ടെന്ന് പെഗിന്റെ കയ്യിലേക്ക് വന്നിരുന്നു. കോളേജിൽ പോവാനുള്ള പണമായല്ലോ എന്ന ആശ്വാസത്തിലും സന്തോഷത്തിലും പെഗ് നിൽക്കുമ്പോഴാണ് പെഗിന്റെ ഈ കച്ചവടം മനസ്സിലാക്കി പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പോലീസ് പെഗിനെ കൈയോടെ പിടികൂടി. പിന്നാലെ അവൾ കോടതിയിലും ഹാജരാക്കപ്പെടുകയാണ്. അവിടെ വെച്ചിട്ടായിരുന്നു ആദ്യമായി ഗ്രഹാം എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അറ്റോർണിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്രോസിക്യൂട്ടറെ അവൾ പരിചയപ്പെടുന്നതും കാണുന്നതും. ഗ്രഹാമായിരുന്നു അവളുടെ എതിർ വക്കീൽ. ഗ്രഹാം അന്ന് പെഗ് ചെയ്ത കുറ്റകൃത്യത്തിനെതിരെ വളരെ ശക്തമായി വാദിച്ചു. പെഗിന് ഏറ്റവും കഠിനമായ ശിക്ഷയായ 40 മാസത്തെ തടവ് ശിക്ഷ തന്നെ ഇതിന് വിധിക്കണം എന്നും ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. ആ ചെറുപ്രായത്തിലെ ഇത്രയും ആലോചിച്ച് ഇത്തരത്തിലൊരു ക്രിമിനൽ കുറ്റം നടത്തിയ പെഗിനെ 40 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് ജഡ്ജി വിധിക്കുകയാണ്. ജയിലിൽ എത്തിയിട്ടും പെഗിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ജയിലിൽ നിന്നും എങ്ങനെ പണമുണ്ടാക്കാം എന്നായി പെഗിന്റെ ചിന്ത. ജയിലിനകത്ത് കടത്തിക്കൊണ്ടുവരുന്ന മിഠായിയും മറ്റു വസ്തുക്കളും വിറ്റ് പണമുണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ പെഗ് അത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അതിഷ്ടപ്പെടാത്ത ഒരാൾ ജയിലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മുമ്പ് അതേ ജോലി ജയിലിൽ ചെയ്തിരുന്ന ഒരു ലേഡി. പെഗിന്റെ പ്രവൃത്തിക്കെതിരെ ആ ലേഡി പ്രതികരിച്ചു. പെഗിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ പിടിച്ചെടുക്കുകയും പെഗിനെ മർദ്ദിക്കുകയും ചെയ്തു. അതോടെ പെഗിന്റെ ആ ഒരു അവസരവും ഇല്ലാതാവുകയാണ്. പക്ഷേ പെഗ് വെറുതെ ഇരുന്നില്ല. എങ്ങനെ പണമുണ്ടാക്കാം എന്നതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. കോർട്ടിലെ ചിലവും വക്കീലിന്റെ ഫീസുമൊക്കെയായി പെഗിന്റെ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ചിലവായി കഴിഞ്ഞിരുന്നു. ബാക്കി പണത്തിനും മറ്റുമായി പെഗിന്റെ ചേട്ടൻ ജെ ഓവർ ടൈം ജോലി നോക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. അങ്ങനെ 3 കൊല്ലക്കാലം കടന്നുപോയി. ഒടുവിൽ പെഗ് ജയിൽ മോചിതയായി. 3 കൊല്ലം ജയിലിൽ കഴിഞ്ഞതുകൊണ്ട് പെഗിന് പിന്നീട് തുടർ പഠനത്തിനുള്ള അവസരമൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു. എന്ത് ചെയ്യണമെന്നും പെഗിന് പെട്ടെന്ന് ഐഡിയ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. തൽക്കാലത്തേക്ക് വർക്ക് ചെയ്യാൻ ജെയുടെ ബാറിലെ ക്ലീനിംഗ് ജോലികൾ അവൾ ഏറ്റെടുത്തു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ജോലികൾ പെഗിന് പറ്റാതാവുന്നുണ്ട്. എങ്ങനെയും കുറെ പണം സമ്പാദിച്ച് പണക്കാരിയാവണം എന്നതാണല്ലോ പെഗിന്റെ ആഗ്രഹം. അവൾ അത് ജെയ്ജയ്ക്കടുത്ത് പറഞ്ഞു. ജെയും പെഗും ഒരു ദിവസം ബാറിലിരുന്ന് സംസാരിച്ചിരിക്കെ ജെയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പെഗിന് വേണ്ടി ജെ കുറേയധികം കടം വാങ്ങിയിരുന്നു.
ഏകദേശം $20,000 അത് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഒരു ഡെപ്റ്റ് കളക്ടറായിരുന്നു വിളിച്ചത്. ആ കോൾ അറ്റൻഡ് ചെയ്തതാകട്ടെ പെഗ് ആയിരുന്നു. പെഗ് ഡെപ്റ്റ് കളക്ടറോട് സംസാരിച്ചു. ഡെപ്റ്റ് കളക്ടർ പറഞ്ഞു, പെഗിന് $20,000 മൊത്തം കടമുള്ളത്. ഇപ്പോ ആ കടം തിരിച്ചടച്ച $5,000 ഇളവ് ചെയ്തു തരാം. പെഗ് ആണെങ്കിൽ ഇന്റലിജന്റ് ആയ പെൺകുട്ടിയാണല്ലോ. അവൾ തിരികെ സംസാരിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ ഒരാളുടെ അടുത്തുനിന്ന് കടം തിരിച്ചു പിടിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ആര് കടം തിരിച്ചടയ്ക്കാനാ? ആദ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷണൽ കാര്യങ്ങളും അവരേത് അവസ്ഥയിലാ കടന്നു പോകുന്നത് എന്നുമൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അവരെ പെടുത്തുന്ന രീതിയിൽ വേണം പണം തിരിച്ചടയ്ക്കാൻ പറയാൻ. എന്നാലല്ലേ പണം തിരിച്ചടയ്ക്കുള്ളൂ. ഇപ്പൊ നോക്ക്, നിങ്ങൾക്കാണെങ്കിൽ ഒരു ജോലിയുണ്ട്. എന്റെ കാര്യം നോക്കിക്കേ, എനിക്ക് ഈ കാര്യങ്ങളെ പറ്റി ഒക്കെ അറിയാം. എന്നിട്ടോ എനിക്കൊരു ജോലി പോലുമില്ല. പെഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പെഗിന്റെ സംസാരവും ഇന്റലിജൻസും ഒക്കെ ആ ഡെപ്റ്റ് കളക്ടറിനും ഇഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം തന്റെ ഓഫീസിലേക്ക് വരാനും തന്നെ മീറ്റ് ചെയ്യാനും പെഗിനോട് അയാൾ പറയുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അടുത്ത ദിവസം അയാൾ പറഞ്ഞ പോലെ ആ ഡെപ്റ്റ് കളക്ടറുടെ ഓഫീസിലേക്ക് പെഗ് എത്തി. ഒരു ജോലി അവിടെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പെഗ് വന്നത്. ആ ഡെപ്റ്റ് കളക്ടറെ കണ്ട് പെഗ് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ഡെപ്റ്റ് കളക്ടിംഗ് സ്ഥാപനത്തിന്റെ ബോസ് കടന്നു വരുന്നത്. വിസ് എന്നായിരുന്നു അയാളുടെ പേര്. ഡെപ്റ്റ് കളക്ഷനിൽ പെഗിന്റെ അറിവും ഫിനാൻഷ്യൽ നോളജും ഒക്കെ കണ്ട് വിസ് ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. വിസ് തന്നെ പെഗിനെ ഡെപ്റ്റ് കളക്ഷൻ ഏജൻസിയുടെ അകത്തേക്ക് കൊണ്ടുപോയി അകത്ത് നടക്കുന്ന ജോലിക്കാര്യങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ചു. അവിടെ വലിയൊരു ബോർഡുണ്ടായിരുന്നു. ആ ബോർഡിൽ ഓരോ ഡെപ്റ്റ് കളക്ടേഴ്സിന്റെ പേരും അവർ ഒരു മാസത്തിൽ കളക്ട് ചെയ്ത തുകയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓരോരുത്തരുടെ ടാർഗറ്റുകളും രേഖപ്പെടുത്തിയിരിക്കും. അത് കണ്ടതും പെഗിനൊരു ഐഡിയ തോന്നി. പെഗ് വിസിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ഞാൻ വന്നാൽ എന്റെ കടം നിങ്ങൾ എഴുതി തള്ളുമോ? അതായത് എന്റെ ചേട്ടന്റെ കടം. വിസ് അത് കേട്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുകയെന്നത്. എന്തായാലും അവളോട് ശ്രമിച്ചു നോക്കാൻ വിസ് പറയുകയാണ്. അങ്ങനെ പെഗ് തന്റെ ജോലി ആരംഭിച്ചു. ഡെപ്റ്റ് കളക്ഷൻ ഒട്ടും എളുപ്പമുള്ള പണിയല്ല. ഫോൺ വിളിച്ച് ഓരോരുത്തരെയും കൺവിൻസ് ചെയ്യിക്കണം എടുത്ത പണം തിരികെ അടയ്ക്കുവാൻ. പലതും ബാങ്കുകൾ വിട്ട പണമാണ്, എഴുതി തള്ളിയതാണ്. ഡെപ്റ്റ് കളക്ഷൻ ഏജൻസീസ് ഇല്ലീഗലായി അത് ഏറ്റെടുത്ത് പണപ്പിരിവ് നടത്തുകയാണ് ചെയ്യുക. പെഗ് അങ്ങനെ തന്റെ ആദ്യത്തെ കസ്റ്റമർ വിളിച്ചു. അത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്നു. $5,000 കടമെടുത്തിട്ട് അവൻ തിരികെ അടച്ചിട്ടില്ല. പെഗ് കടം തിരികെ അടയ്ക്കുന്ന കാര്യത്തെപ്പറ്റി അവനോട് സംസാരിച്ചു തുടങ്ങിയതും അവൻ ഫോൺ കട്ട് ചെയ്തു. പെഗ് വീണ്ടും വിളിച്ചു. പക്ഷേ ഇത്തവണ കൂടുതൽ കടുത്ത ഭാഷയിലായിരുന്നു പെഗ് സംസാരിച്ചത്. എത്രയും വേഗം പണം തിരികെ അടച്ചില്ലെങ്കിൽ നീ കടമെടുത്ത വിവരം നിന്റെ അമ്മയെ അറിയിക്കുമെന്നും കടം അമ്മയിൽ നിന്ന് ഈടാക്കും എന്നും പെഗ് പറഞ്ഞതോടെ ആ പയ്യൻ വിറച്ചു. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് അവൻ എവിടെ നിന്നോ പണമൊപ്പിച്ച് $5,000 അടയ്ക്കുകയും ചെയ്തു. തന്റെ ആദ്യത്തെ കോൾ തന്നെ സക്സസ് ആയതും പെഗിന് കോൺഫിഡൻസ് വരികയാണ്. പെഗ് പിന്നീട് തുടർച്ചയായി വർക്കിൽ മുഴുകാൻ ആരംഭിച്ചു. ഇന്റലിജന്റായി ഒരു ലക്ഷ്യം വെച്ച് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ പെഗ് അതിൽ വിജയിക്കുന്നുണ്ട്. ലിസ്റ്റിലെ ടോപ്പിൽ തന്നെ പെഗ് വൈകാതെത്തി. പെഗിന്റെ കടം എഴുതി തള്ളുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലം മുമ്പുള്ള ഒരു കടപ്പത്രവുമായി വിസ് പെഗിന്റെ മുമ്പിലെത്തുന്നത്. ഈ കടം തിരിച്ചടപ്പിച്ചാൽ അതിന്റെ 10% അവൾക്ക് കൊടുക്കാം എന്ന് വിസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പെഗ് തീരുമാനിച്ചു. പെഗ് ഫോൺ ചെയ്തപ്പോ കോൾ അറ്റൻഡ് ചെയ്തത് കടം വാങ്ങിയ വ്യക്തിയുടെ ഭാര്യയായിരുന്നു. വൃത്തിയായ ഒരു സ്ത്രീയാണ്. അവരോട് സംസാരിച്ചപ്പോഴാണ് പെഗിന് കാര്യം മനസ്സിലാവുന്നത്. ആ ലേഡിയുടെ ഹസ്ബൻഡ് മുമ്പ് വാങ്ങിയ കടമാണ്. കടം തിരിച്ചടയ്ക്കുന്നതിന് മുമ്പേ അയാൾ മരണപ്പെട്ടു. ഫോണിലൂടെ സംസാരിച്ച് അവരിൽ നിന്ന് പണം തിരിച്ചടച്ച് വാങ്ങുക എന്നത് സാധ്യമായ കാര്യമല്ല എന്ന് പെഗിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പെഗ് അവരെ നേരിട്ട് കാണുവാൻ തന്നെ ചെന്നു. കടത്തിന്റെ കാര്യം അവരോട് സംസാരിച്ചു. കടം തിരിച്ചടയ്ക്കേണ്ടുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞത്, എന്റെ ഭർത്താവല്ലേ കടമെടുത്തത്, അയാളോടല്ലേ നിങ്ങൾ കടമുണ്ടെങ്കിൽ ചോദിക്കേണ്ടത്, എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം എന്ന തരത്തിലായിരുന്നു. പെഗ് തന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. കാര്യം ശരിയാണ്, നിങ്ങളുടെ ഭർത്താവാണ് കടമെടുത്തത്. പക്ഷേ ആ കടം ഇപ്പോൾ തേടി നിങ്ങളിലേക്ക് എത്തി. നിങ്ങൾ ഈ കടം അടച്ചില്ലാന്ന് വെക്ക്. ഇതിനി എങ്ങോട്ടായിരിക്കും പോവുക? നിങ്ങളുടെ മക്കളുടെ അടുത്തേക്കായിരിക്കും. അത് കഴിഞ്ഞ് പേരമക്കളുടെ അടുത്തേക്ക്. അവർക്കൊക്കെ ജീവിതത്തിൽ ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഈ കടം തിരിച്ചടയ്ക്കുന്നതല്ലേ നല്ലത്. പെഗിന്റെ ആ പറച്ചിലിൽ ആ മുത്തശ്ശി വീണു. തന്റെ ഭർത്താവിന്റെ കടം തിരിച്ചടയ്ക്കാം എന്നവർ സമ്മതിച്ചു. വൈകാതെ പണം തിരികെ അടയ്ക്കുകയും ചെയ്തു. പെഗിനെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റായി അത് തോന്നിയിരുന്നു. അന്ന് വിസിനും മറ്റുള്ളവർക്കുമൊപ്പം ആ വിജയം സെലിബ്രേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ എന്റെ 10% കമ്മീഷൻ എവിടെ എന്ന് പെഗ് ചോദിക്കുമ്പോഴാണ് നടന്ന കുറെ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുന്നത്. യാഥാർത്ഥ്യത്തിൽ വിസും സംഘവും ആ ലേഡിയിൽ നിന്ന് മുമ്പേ പണം പിരിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. ആ ലേഡിക്ക് മറവി രോഗമുണ്ട്. ആ അവസ്ഥ മുതലെടുത്ത് വീണ്ടും വീണ്ടും ഒരേ കടത്തിന്റെ പേരിൽ ഇടക്കാലയളവിലൊക്കെ ചെന്ന് വിസ് തന്റെ ആളുകളെ ഉപയോഗിച്ച് പണം പിരിച്ചെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് പെഗും പെട്ടത്. വിസ് ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചത്, ഒരു പാവം സ്ത്രീയാണ് കബളിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ പെഗിന് വലിയ കുറ്റബോധം തോന്നി. താനും അതിൽ പങ്കാളിയായിരുന്നല്ലോ എന്നോർത്തപ്പോ
കണ്ടപ്പോ അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും വന്ന അവൾ അവിടെ നിന്നും ജെയുടെ ബാറിലെത്തി ജെയോട് കാര്യങ്ങൾ പറയുകയും വിസ് ഫ്രോഡ് കാണിച്ചാണ് കടപ്പിരിവ് നടത്തുന്നത് എന്നൊക്കെ പറയുകയും അവൾ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് പ്രോസിക്യൂട്ടർ ഗ്രഹാം കടന്നു വന്നു. ഗ്രഹാം നല്ലൊരു മനുഷ്യനാണ്. അന്ന് പെഗ് കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ പോലും പെഗ് നന്നാവണം എന്ന് കരുതിയായിരുന്നു പരമാവധി ശിക്ഷ വിധിക്കാൻ ഗ്രഹാം ആവശ്യപ്പെട്ടത്. നിലവിൽ നഗരത്തിൽ മുഴുവനായും നിയമപ്രകാരമല്ലാത്ത കടപ്പിരിവുകാർ കൂടിയിരിക്കുകയാണ്. അതിനെതിരെ പോലീസുമായി സഹകരിച്ച് ഗ്രഹാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിസ് ശരിയായ ആളല്ലെന്നും അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നിർത്തിയേക്കാനും പെഗിനെ വാൺ ചെയ്യാനായിരുന്നു ഗ്രഹാം അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഗ്രഹാമിന് പെഗിനോട് ചെറിയ പ്രണയ താല്പര്യമുണ്ടായിരുന്നു. വിസിന്റെ ഫ്രോഡ് പരിപാടികൾ പെഗിനും അറിയാമായിരുന്നല്ലോ. അതിനെപ്പറ്റി ഗ്രഹാമുമായി സംസാരിച്ച് ഇരുവരും തമ്മിൽ കൂടുതൽ അടുക്കാൻ ആരംഭിച്ചു. പെഗിന്റെ വീട്ടിലേക്ക് ഗ്രഹാം ക്ഷണിക്കപ്പെട്ടു. പെഗ് തന്റെ അമ്മയെ ഗ്രഹാമിന് പരിചയപ്പെടുത്തി. അന്ന് രാത്രിയിൽ അവർ ഒന്നിച്ച് ചെലവഴിച്ചിരുന്നു. വിസ് ചെയ്യുന്ന നിയമപരമല്ലാത്ത കാര്യങ്ങളെപ്പറ്റിയും കടപ്പെരിവിന്റെ പേരിൽ ചെയ്യുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുമൊക്കെ പെഗ് മനസ്സിലാക്കിയിരുന്നല്ലോ. ഗ്രഹാമിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് സ്വന്തമായി ഒരു ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി ആരംഭിച്ചാലോ എന്ന് പെഗ് ചിന്തിച്ചു. വൈകാതെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളും അവൾ ആരംഭിച്ചു. അത്തരമൊരു കമ്പനി തുടങ്ങാൻ പണം ആവശ്യമാണല്ലോ. അവൾ സമ്പാദിച്ച അത്രയും പണം അതിലേക്കിടുവാൻ പെഗ് തീരുമാനിച്ചിരുന്നു. അവളുടെ അമ്മയും സഹോദരനുമൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ പെഗിനെ സഹായിക്കുകയും ചെയ്തു. ഡെപ്റ്റ് കളക്ട് ചെയ്ത് സീൽ ചെയ്ത് പണം പിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഡെപ്റ്റ് കളക്ഷൻ പേപ്പേഴ്സ് വേണം. വിസ് അത് കൈക്കലാക്കുന്നത് വാങ്ങുന്നത് വിസിന്റെ തന്നെ സഹോദരനിൽ നിന്നുമായിരുന്നു. അയാളുടെ അടുത്തു നിന്ന് തന്നെ തങ്ങൾക്ക് വേണ്ടതും കളക്ട് ചെയ്യാൻ പെഗ് തീരുമാനിക്കുകയാണ്. പക്ഷെ വിസ് അറിഞ്ഞാൽ പ്രശ്നമാകും. വിസും സഹോദരനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മുതലെടുത്ത പെഗ് വിസിന്റെ സഹോദരനെ കണ്ട് അത്യാവശ്യം നല്ലൊരു ഡീലും പറഞ്ഞുറപ്പിച്ച് പേപ്പറുകൾ കരസ്ഥമാക്കുകയാണ്. ആവശ്യമായ കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് ജോലിക്കാരെയാണ്. നല്ല പണിക്കാർക്കായി പെഗ് അന്വേഷണം ആരംഭിച്ചു. ചെയ്യുന്ന ജോലികളിൽ മികവുള്ള എന്നാൽ തങ്ങളുടെ പഴയ ബാക്ക്ഗ്രൗണ്ടും പ്രശ്നങ്ങളും കാരണം നല്ല ജോലി കിട്ടാത്തവരുമായ കുറച്ചാളുകളെ പെഗ് കണ്ടെത്തി. അവരെ തന്റെ ടീമിൽ ചേർത്തു. എങ്ങനെ കടം പിരിച്ചെടുക്കണം എന്ന തന്റെ ഐഡിയകളടക്കം അവർക്ക് പങ്കുവെച്ചു കൊടുത്ത് മികച്ച രീതിയിൽ പെഗ് അവരെ ട്രെയിൻ ചെയ്തു. പെഗിന്റെ ട്രെയിനിങ് കൊണ്ടും എംപ്ലോയീസിന്റെ മികവ് കൊണ്ടും പെഗിന്റെ കമ്പനി കടം പിരിച്ചെടുക്കുന്നതിൽ മികവ് നേടി. നല്ല രീതിയിൽ അത് വിജയിച്ച് മുമ്പോട്ട് പോവാനും ആരംഭിച്ചു. നല്ല രീതിയിൽ പണം വരാനും തുടങ്ങിയിരുന്നു. സന്തോഷത്തിൽ അവിടെ നടക്കുന്ന ഒരു ബിൽസ് മാച്ച് കാണുവാൻ തന്നെ തന്റെ കമ്പനിയിലെ എംപ്ലോയീസിനെ മുഴുവൻ പെഗ് കൂട്ടിക്കൊണ്ടും പോയി. പക്ഷേ പെഗ് വിജയിക്കുന്നതിനൊപ്പം പെഗിന് ശത്രുക്കളും മറുവശത്ത് വളരുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനി വിൽസ് ആയിരുന്നു. സ്റ്റേഡിയത്തിൽ അവർ കളി കാണാൻ പോയ ദിവസം റെസ്റ്റ് റൂമിൽ പോയ പെഗ് അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടു. പെഗിന്റെ ദേഹത്തേക്ക് രക്തമാരോ ഒഴിച്ചിരുന്നു. എന്താ നടക്കുന്നത് എന്ന് പെഗിന് മനസ്സിലായില്ല. പെഗ് ഓടിപ്പിടിച്ച് എല്ലാവർക്കുമൊപ്പം ഓഫീസിലെത്തിയപ്പോ കണ്ടത് ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നതായിരുന്നു. ഓഫീസ് തകർത്തിരുന്നു. അവർക്കുണ്ടായിരുന്ന കടപ്പത്രങ്ങളും അവരുടെ ബില്ലുകളുമൊക്കെ ആരോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അത് പ്രവർത്തിച്ചത് വിസാണ് എന്ന് പെഗ് അപ്പോൾ തന്നെ മനസ്സിലാക്കി. ടെൻഷനിൽ പെഗ് അവിടെ നിൽക്കുകയാണ്. ജെയുടെ ഫോൺ കോൾ പെഗിന് വരുന്നത്. പെഗ് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. ജെയുടെ ബാറിനകത്ത് വിസും വിസിന്റെ ആളുകളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ഇല്ലീഗലായി ജെയുടെ ആ ബാറടക്കം വിസ് കൈവശപ്പെടുത്തിയിരുന്നു. എല്ലാം കൊണ്ടും പെഗിന് വലിയ ദേഷ്യം തന്നെ വന്നു. പക്ഷെ നേരിട്ടൊന്നും ചെയ്യൽ സാധ്യമല്ല. ഓഫീസ് തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഡെപ്റ്റ് ഫയൽസും വിസ് എടുത്തുകൊണ്ടുപോയി. അത് തിരികെ ലഭിക്കണം. ഓഫീസ് നന്നാക്കണം. എന്തു ചെയ്യും എന്ന് തലപുകന്നാലോചിച്ച പെഗിന് ഒരു ഐഡിയ തോന്നി. വിസിന്റെ ഫ്രോഡ് പരിപാടികൾ ഒറ്റിക്കൊടുത്ത് വിസിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക. ആ ഘട്ടത്തിൽ വിസിന്റെ ഓഫീസിലേക്ക് കടന്നു കയറി തങ്ങളുടേതടക്കമുള്ള ഡെപ്റ്റ് ഫയലുകൾ എടുത്തുകൊണ്ടുവരിക. നേരിട്ട് പോലീസിൽ പോയാലോ കംപ്ലൈന്റ് ചെയ്താലോ അത് അവളാണ് ചെയ്തത് എന്ന് വിസ് അറിയും. അതുകൊണ്ട് തന്ത്രപൂർവ്വം വിസിനെ കൊടുക്കാൻ പെഗ് തീരുമാനിച്ചു. ഗ്രഹാം ലോയറാണല്ലോ, അതും പ്രോസിക്യൂട്ടർ. ഗ്രഹാം വഴി നീങ്ങാനായിരുന്നു പെഗ് തീരുമാനിച്ചത്. പക്ഷേ സംഭവം എന്തെന്നാൽ പെഗും ഡെപ്റ്റ് കളക്ടറായി മാറിയത് ഗ്രഹാമിനത്ര ഇഷ്ടമായിരുന്നില്ല. അവളോടത് നിർത്തുവാൻ പണ്ട് തൊട്ടേ ഗ്രഹാം പറയുന്നുമുണ്ടായിരുന്നു. വിസിനെതിരെ താൻ പറഞ്ഞതുകൊണ്ട് ഗ്രഹാം ആക്ഷൻ എടുക്കില്ല എന്ന് പെഗിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഗ്രഹാം പുറത്തുപോയതക്കത്തിന് ഗ്രഹാമിന്റെ ഫോണിൽ നിന്നും ഗ്രഹാമിന്റെ അസിസ്റ്റന്റ് എന്ന മട്ടിൽ വിസിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു. പ്രോസിക്യൂട്ടർ കൊടുത്ത കംപ്ലൈന്റ് ആണല്ലോ. പോലീസിന് ആക്ഷൻ എടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല. വിസിന്റെ ഇടത്ത് പോലീസ് റെയ്ഡ് വന്നു. വിസ് പിടികൂടപ്പെട്ടു. വിസും ആളുകളും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകപ്പെടുകയും ചെയ്തു. അധികം വൈകാതെ വിസിന്റെ ഇടത്തേക്ക് പെഗും പെഗിന്റെ ജീവനക്കാരും കടന്നു കയറി. അവരുടെ മുഴുവൻ കടപ്പത്രങ്ങളും ബില്ലുകളും എല്ലാം തന്നെ വിസിന്റെ ഇടത്തു നിന്ന് അവർ എടുത്തുകൊണ്ടുവന്നു. കൂട്ടത്തിൽ വിസിന്റേതായ കടപ്പത്രങ്ങളും മറ്റും എടുത്തുകൊണ്ടുവരികയും ചെയ്തിരുന്നു. കൂടുതൽ ഉഷാറായി തന്റെ ടീമിനെ വെച്ച് പെഗ് ജോലി നോക്കാൻ ആരംഭിച്ചു. കിട്ടുന്ന പണമൊക്കെ ബാങ്കിലിടാതെ പെഗ് വീട്ടിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതേ സമയം
ഗ്രഹാമിന് തന്റെ അറിവില്ലാതെ വിസ്സിനെ കൊടുക്കുവാൻ പെഗ് തന്റെ ഫോണിൽ നിന്ന് അത്തരത്തിൽ കോൾ ചെയ്ത കാര്യം മനസ്സിലാവുകയാണ്. അത് ചോദ്യം ചെയ്യാൻ ഗ്രഹാം എത്തി. അവർ തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ ഉടലെടുത്തു. ഇതിനിടയിൽ ഗ്രഹാം പറഞ്ഞു, ഒക്കെ പോട്ടെ, ഞാൻ നിന്നോട് ഈ ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി നിർത്താൻ പറഞ്ഞതല്ലേ? ഇത് ഇല്ലീഗലാണെന്ന് നിനക്കറിയാമല്ലോ. നീയും നിന്റെ ആളുകളും ചേർന്ന് എത്ര പേരെയാ ടോർച്ചർ ചെയ്യുന്നതെന്നറിയാമോ? നിനക്കെതിരെ തന്നെ കുറച്ച് കേസുകൾ ഇപ്പോൾ എന്റെ ടേബിളിൽ വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ ജോലി നിർത്താൻ നോക്ക്. ഇത് ഇല്ലീഗലാണ്. ഗ്രഹാം അങ്ങനെ പറഞ്ഞു നിൽക്കെ അങ്ങോട്ടേക്ക് പോലീസ് എത്തിയിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നത് എന്നായിരുന്നു പെഗ് ചിന്തിച്ചത്. പക്ഷേ അവർ വന്നതാകട്ടെ പെഗിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനും. ഒരു കള്ളക്കേസിൽ കുടുക്കി പെഗിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതും വിസ് തന്നെയായിരുന്നു. വിസ് ജാമ്യത്തിലിറങ്ങിയിരുന്നു. എന്തിനേറെ പറയുന്നു, വീടിനുള്ളിൽ പെഗ് സൂക്ഷിച്ചിരുന്ന മുഴുവൻ പണവും അമ്മയുടെ പേരിൽ കള്ളക്കേസ് ആരോപിച്ചിരുന്ന പോലീസ് കണ്ടുകെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. അത്രത്തോളം ആയപ്പോഴേക്കും പെഗിന്റെ നിയന്ത്രണം തന്നെ വിട്ടിരുന്നു. വിസിന്റെ ഇടത്തേക്ക് പെഗ് കടന്നു ചെന്നു. തോക്കുമായി കടന്നു ചെന്ന അവൾ വായുവിലേക്ക് വെടിയുതിർത്ത് വിസുമായി ഒരു കയ്യാങ്കളിയിലേർപ്പെട്ടു. എന്തിനേറെ പറയുന്നു, പോലീസ് വന്നായിരുന്നു ഒടുവിൽ അവളെ തടഞ്ഞത്. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിന്റെയും ഉപയോഗിച്ചതിന്റെയും പേരിൽ പെഗ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇൻട്രോഗേഷൻ റൂമിൽ വെച്ച് പെഗും അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പെഗ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അമ്മ പെഗിനെ കുറ്റപ്പെടുത്തി. പണമുണ്ടാക്കാൻ സത്യസന്ധമായ എത്രയോ വഴികളുണ്ട്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ എപ്പോഴും നീ പ്രശ്നം നിറഞ്ഞ വഴികളാണ് ഉപയോഗിക്കുന്നത്. അമ്മയെ പുറത്തിറക്കണം എന്ന് പെഗിനുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. തെറ്റുകൾ പറ്റിപ്പോയി കഴിഞ്ഞു, തിരുത്തണം. പെഗ് അതിനായി ഗ്രഹാമിന്റെ സഹായം അഭ്യർത്ഥിച്ചു. കോടതിയിൽ വെച്ച് പെഗ് കോടതിയോട് അപേക്ഷിച്ചു. നഗരത്തിലുള്ള ഇല്ലീഗലായി വർക്ക് ചെയ്യുന്ന എല്ലാ ഡെപ്റ്റ് കളക്ഷൻ ഏജൻസീസിനെയും കൊടുക്കാൻ താൻ സഹായിക്കാം. പകരമായി തങ്ങളെ മോചിപ്പിക്കണം എന്നതായിരുന്നു പെഗിന്റെ അഭ്യർത്ഥന. കോടതിയും അത് അംഗീകരിച്ചതോടെ പോലീസിനൊപ്പം ചേർന്ന് കടപ്പിരിവുകാരൻ മുഴുവൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ള തന്ത്രം പെഗ് മെനയാൻ തുടങ്ങി. മികച്ച പ്ലാനിങ്ങിലൂടെ പ്രവർത്തിച്ച പെഗ് ഒരു ഘട്ടത്തിൽ ജെയുടെ ബാറിലേക്ക് നഗരത്തിലെ മുഴുവൻ ഡെപ്റ്റ് കളക്ടേഴ്സിനെയും ഏജൻസിക്കാരെയും വിളിച്ചു വരുത്തി. വിദഗ്ധമായി അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയിപ്പിച്ചു. ഡെപ്റ്റ് കളക്ഷൻ എന്നത് ഇല്ലീഗൽ പരിപാടിയാണെന്നും പക്ഷേ തങ്ങളൊക്കെ ഒന്നിച്ചു നിന്നാൽ മികച്ച രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുമൊക്കെ പെഗ് പറയുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വിസും ഇരിക്കുന്നുണ്ട്. പെഗിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ വിസിന് സംശയം തോന്നിയിരുന്നു. വിസ് അവിടം പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഇതെല്ലാം രഹസ്യമായി പെഗ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പെഗ് കൈയോടെ പിടികൂടപ്പെട്ടു. പെഗ് ആക്രമിക്കപ്പെടും എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് ഗ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അങ്ങോട്ടേക്ക് കടന്നുവന്നു. പൂർണ്ണ തെളിവുകളോടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഡെപ്റ്റ് കളക്ടേഴ്സിനെയും അറസ്റ്റ് ചെയ്തു. പെഗ് അവരെ പിടിച്ചുകൊടുത്തല്ലോ. പക്ഷേ എന്നിരുന്നാലും പെഗ് അവിടം കൊണ്ട് നിർത്തിയില്ല. കടപ്പത്രങ്ങൾ മുഴുവൻ കൈക്കലാക്കിയ അവൾ അത് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. ഇല്ലെങ്കിൽ ഈ കടപ്പത്രങ്ങൾ ഇനി ആരുടെ കയ്യിലെത്തുന്നോ അവർ വീണ്ടും ഡെപ്റ്റ് കളക്ഷൻ ഏജൻസീസ് ആരംഭിക്കും എന്ന് പെഗിന് അറിയാമായിരുന്നു. 5000-ഓളം കടപ്പത്രങ്ങളാണ് അവൾ കത്തിച്ചു കളഞ്ഞത്. ഏകദേശം $1 ബില്യൺ തുക വരുന്ന അത്രയും കടപ്പത്രങ്ങൾ. അതോടെ തെളിവ് നശിപ്പിച്ചു എന്ന പേരിൽ പെഗ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിലേക്കും മാറ്റപ്പെട്ടു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പെഗ് സന്തോഷവതിയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി താൻ നല്ലൊരു കാര്യം ചെയ്തു, കടക്കെണിയിൽപ്പെട്ട കുറെ ആളുകളെ സംരക്ഷിച്ചു എന്നൊരു ചിന്ത അവൾക്ക് വന്നിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ജയിൽ മോചിതയായ പെഗ് തന്റെ ഫാമിലിക്കൊപ്പം ഒരു പാർട്ടി നടത്തി. പാർട്ടിയിൽ വെച്ച് സത്യസന്ധമായി എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ താൻ ഉദ്ദേശിക്കുന്നു എന്ന് പെഗ് പറയുകയും ചെയ്തു. ആ സമയം ജെ മുമ്പോട്ട് വന്ന് ജെ സേവ് ചെയ്തു വെച്ചിരുന്ന കുറച്ചധികം പണം പെഗിനായി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് വെച്ച് നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യ്. എന്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. തന്റെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടതും പെഗിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പെഗിന്റെ ജീവിതം പുതിയ ബിസിനസ്സുമായി നേർരേഖയിൽ മുമ്പോട്ടു പോകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ബഫലോഡ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.